പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിക്കോട്ടെ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിലായിക്കോട്ടെ, പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടും നടപടിയും സ്വീകരിച്ചിട്ടുള്ള ഒരു ചാനൽ തന്നെയായിരുന്നു സി ന്യൂസ്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം സി ന്യൂസിന്റെ ചാനൽ പാകിസ്ഥാൻ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളാണ്. എന്നാൽ ആ ഒരു ശ്രമം പാകിസ്ഥാന്റെ ഈ ഒരു ശ്രമം സി ന്യൂസ് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നടപടി സി ന്യൂസിന് മേലുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ സി ന്യൂസ് സംപ്രേഷണം തടഞ്ഞു വെച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ അടക്കം നടപടികൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ്. എന്നാലും ആ ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും നിരവധി ആളുകൾ പാകിസ്ഥാനിലും സി ന്യൂസ് കാണുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ലൈവ് സ്ട്രീമിംഗ്, ടെലിവിഷന്റെ ലൈവ് സ്ട്രീമിംഗിലേക്ക് പാകിസ്ഥാൻ ഹാക്ക് ചെയ്യപ്പെട്ട ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിനോയ് കൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബിനോയ്, ഈ ഒരു പാകിസ്ഥാനെതിരെ ഈ ഒരു ആക്രമണം നടക്കുന്ന പശ്ചാത്തലത്തിലൊക്കെ ഇന്ത്യക്ക് മേൽ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നു, അതിന് തിരിച്ചടിയായി ഇന്ത്യ തിരിച്ചടിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലൊക്കെ ശക്തമായ നിലപാട് തന്നെ സ്വീകരിച്ച ഒരു ചാനൽ തന്നെയായിരുന്നു സി ന്യൂസ്. പല തവണയായി സി ന്യൂസിനെതിരെ ഇത്തരത്തിൽ ആക്രമണവും ഉണ്ടായിരുന്നു. പാകിസ്ഥാനിലടക്കം നിരോധനം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിൽ വന്നിരുന്നു. ഇപ്പോഴത്തെ പാകിസ്ഥാൻ സി ന്യൂസിന്റെ ചാനൽ ഹാക്ക് ചെയ്യുന്ന ഒരു ശ്രമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ശ്രമം സി ന്യൂസ് പരാജയപ്പെടുത്തിയെങ്കിൽ പോലും എത്രത്തോളം ഈ ഒരു ആക്രമണ സമയത്ത് സി ന്യൂസിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നതിന്റെ ഒരു തെളിവായി മാറുകയല്ലേ? തീർച്ചയായും മാവണി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സൈനിക നടപടിയുടെ സമയത്ത് സി ന്യൂസ് എത്രത്തോളം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പാകിസ്ഥാനും അതുപോലെ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന മറ്റു ചില സൈബർ സംഘങ്ങൾക്കും സി ന്യൂസിനോട് ഇപ്പോൾ തോന്നുന്ന ഈ വിരോധം. എത്ര കൃത്യമായി ദേശീയതാബോധത്തോടെ സി ന്യൂസ് പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ തെളിവായിട്ട് തന്നെ അതിനെ കാണണം. നിലവിൽ മനസ്സിലാക്കുന്നത് സി ന്യൂസിന്റെ ബീഹാർ ജാർഖണ്ഡ് ചാനലാണ് പാകിസ്ഥാനി ബംഗ്ലാദേശി സൈബർ ക്രിമിനലുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അതുകൂടാതെ മെയിൻ ചാനലും ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഈ ശ്രമം നമ്മൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ലൈവ് ടി വി, അതായത് പ്രാദേശിക, നേരത്തെ പറഞ്ഞ ബീഹാർ ജാർഖണ്ഡ് പ്രാദേശിക ടി വിയുടെ ലൈവ് ടി വി ആണ് അവർ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. നമ്മുടെ യൂട്യൂബ് കണ്ടന്റ് ഇപ്പോഴും പോകുന്നുണ്ട്. 3 ഇടത്തു നിന്നായിട്ട് നമുക്കത് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചതിന്റെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രധാനമായിട്ടും മുംബൈ, ഭോപ്പാൽ, പറ്റ്ന എന്നിവിടങ്ങളിൽ നിന്ന്. അപ്പോൾ ഇത് കൃത്യമായ ആസൂത്രിതമായ ഒരു ശ്രമമാണ്. പക്ഷേ നമ്മളത് കൃത്യമായി പരാജയപ്പെടുത്തി. മനസ്സിലാക്കേണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന്റെ പൊള്ളത്തരം, പാകിസ്ഥാന്റെ കള്ളത്തരങ്ങൾ ലോകത്തോട് ഏറ്റവും കൃത്യമായി വിളിച്ചു പറഞ്ഞത് സി ന്യൂസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സി ന്യൂസ് പാകിസ്ഥാനിൽ നിരോധിച്ചിരുന്നു. പക്ഷെ അപ്പോഴും സി ന്യൂസ് കാണുന്നവർ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം കൃത്യതയോടെ പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചു, ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഏറ്റവും കൃത്യമായി പാകിസ്ഥാന്റെ ഭീകരവാദത്തോട് യോജിക്കുന്ന നിലപാടിനെ തുറന്നു കാട്ടുന്ന ഒരു സമീപനമാണ് സി ന്യൂസ് ആ സമയത്ത് പ്രകടിപ്പിച്ചത്. അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന്റെ തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് പഹൽഗാം ആക്രമണം തൊട്ട് നമ്മളത് കൃത്യമായി ജാഗ്രതയോടെ പിന്തുടരുകയും ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ തന്നെ സി ന്യൂസിന്റെ എല്ലാ ഭാഷകളിലുമുള്ള ചാനലുകൾ കൃത്യമായി അതത് ഓഫീസുകളിൽ നിന്നും അവരുടെ ഫീൽഡിൽ നിന്നും കൃത്യമായിട്ട് വിവരങ്ങൾ ലോകത്തെ മുഴുവൻ അറിയിച്ചുകൊണ്ടിരുന്നു. അത് ഏറ്റവും കൃത്യതയോടെ തന്നെ ചെയ്യാൻ നമുക്ക് സാധിച്ചെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഏറ്റവും ആധികാരികമായ ന്യൂസ് ഏജൻസികളുടെ വിവരങ്ങളും പിന്നെ നമ്മൾ സ്വയം ശേഖരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റു പലരും പലയിടത്തും ആധികാരികത ഇല്ലാതെ തന്നെ ഇല്ലാത്ത വാർത്തകളുമൊക്കെ, ഫേക്ക് വാർത്തകളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തു എന്ന ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും സി ന്യൂസിനെ സംബന്ധിച്ച ആധികാരികതയോടെ അത് ഈ സൈനിക നടപടിയെ കൃത്യമായി കൈകാര്യം ചെയ്തു എന്നുള്ളത് അഭിനന്ദനാർഹമായ ഒരു കാര്യമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഏറ്റവും ദേശീയതയോടെ, ശരിയുടെ ഭാഗത്തു നിന്ന് ധാർമ്മികതയോടെ ഇന്ത്യയുടെ ഓപ്പറേഷൻ, പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നൽകിയ സൈനിക നടപടി, ആ തിരിച്ചടി കൃത്യമായി സി ന്യൂസ് ലോകത്തെ അറിയിച്ചു. പാകിസ്ഥാന്റെ പൊള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു. സ്വാഭാവികമായും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ക്രിമിനലുകൾക്ക്, സൈബർ ക്രിമിനലുകൾക്ക് ഉണ്ടാകുന്ന ഒരു വൈരം അതിവിടെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. എന്തായാലും അത്ര പെട്ടെന്ന് പരാജയപ്പെടുന്ന ഒരു സംവിധാനമല്ല ഇന്ത്യയും അതുപോലെ സി ന്യൂസും. നമ്മൾ കൃത്യമായി തന്നെ അവരുടെ ശ്രമങ്ങൾ പൊളിച്ചിട്ടുണ്ട് എന്ന അഭിമാനത്തോടെ തന്നെ നമ്മൾ പറയേണ്ടി വരും. ആവണി.